പക്ഷേ ഇത് മാറുന്നു എന്നാണ് അവർ പറയുന്നത്. അങ്ങ് യോജിക്കുമോ? നമസ്കാരം മനു സാറേ. നമസ്കാരം. പിന്നെ ഇതൊക്കെ ഇപ്പോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു BJPയുടെ തന്ത്രം മാത്രമാണ്. ഇതൊക്കെ അന്യ സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളൊക്കെ പറയാന്ന് വെച്ചാൽ ഒരുപാട് പറയാനുണ്ട്. മിഷനറി വധവും അതുപോലെ തന്നെ കന്യാസ്ത്രീവധം, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് പറയാൻ. അത് മാത്രമല്ല, മറ്റുള്ളവരൊക്കെ ബീഹാറിലും അവിടെ ഇവിടെയൊക്കെ സഞ്ചരിച്ചപ്പോ അവിടെ ഭയങ്കര ഡെവലപ്പാണ് പറഞ്ഞത്. അവിടെയൊക്കെ ഭയങ്കര ഡെവലപ്പാണെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മളെ കേരളത്തിലേക്ക് തൊഴിലാളികൾക്ക് അത്രയും ഡെവലപ്പാണെങ്കിൽ ഡെവലപ്പ് എന്ന് പറയുന്നത് വെറും അവിടെയുള്ള കെട്ടിടങ്ങൾ മാത്രവും കെട്ടിടവും ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള സന്ദർഭം ഉണ്ടാകുക എന്നല്ലേ ഡെവലപ്പിന്റെ മറ്റൊരു വശം. അതില്ലാലോ. പിന്നെ ഇതൊന്നും അല്ല. ഇതൊക്കെ പിന്നെ BJPയിൽ സുരേഷ് ഗോപി സാർ ജയിച്ച് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമാവും ഉണ്ടായിരുന്നു ആ സമയത്തല്ല, ഇപ്പോഴല്ല. അതേ സുരേഷ് ഗോപി സാർ ഇന്ന് വീണ്ടും മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കില്ല എന്നുള്ളൊരു പച്ച പരമാർത്ഥം. എന്താണെന്ന് മതിയായി, അദ്ദേഹത്തെ കൊണ്ട് മതിയായതാണ്. ഇതൊക്കെ എനിക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുകൊണ്ടുള്ള ഒരു കളിയാണെന്നാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. അപ്പൊ രാജീവ് കൂടി എന്നോടൊപ്പം ചേർന്ന് കൊല്ലത്താണ്. ശ്രീ രാജീവ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇത് ഇപ്പൊ സംസാരിച്ചപ്പോ ആ കക്ഷി സാറേ, പുള്ളി കാന്തപുരത്തിന്റെ ആ വാർത്ത എന്ന് വല്ലപ്പോഴും എടുത്തൊന്ന് കേൾക്കാൻ പറഞ്ഞാൽ മതി. അപ്പൊ അതിനകത്തെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് കാര്യങ്ങള്. അപ്പൊ ഇവര് ചുമ്മാതെ പറഞ്ഞിട്ടൊക്കെ സാറേ, ഈ കോൺഗ്രസ്സുകാരും ഈ ഇടതുപക്ഷക്കാരും ചുമ്മാതെ ഈ വോട്ടിന് വേണ്ടി ക്രിസ്ത്യാനിയെ കൊല്ലും. ഇവിടെ ഞാൻ ചോദിച്ചിട്ട്, ഞങ്ങള് ക്രിസ്ത്യാനികൾ ഇടയ്ക്ക് താമസിക്കുന്നവരെ, എനിക്ക് 56 വയസ്സുണ്ട്, ഇന്നേ വരെ ഞങ്ങൾ ആരെ ഇച്ചിപ്പോന്ന് പറഞ്ഞിട്ടില്ല, അവരും ഞങ്ങളെയും പറഞ്ഞിട്ടില്ല. ചുമ്മാതെ ഇത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കുമല്ലേ. പക്ഷേ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായില്ലേ? ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ ഛത്തീസ്ഗഡിലേക്ക് അതില്ലാത്ത എവിടെയാന്ന് പറയാം. 7 കന്യാസ്ത്രീകളെ ജയിലിലടച്ചു. അപ്പൊ അതിനെതിരെ നമ്മുടെ ഇവിടുത്തെ തന്നെ BJPക്കാർ പോയി അവിടേക്ക്. ഇപ്പം തന്നെ ബംഗ്ലാദേശിൽ എന്താ സംഭവിച്ചത്? ഹിന്ദുക്കളെ അടിച്ചു. അന്ന് വിചാരിച്ച് നമ്മളവരെ പോയി അടിച്ചു കൊല്ലാക്കൂ. അത് ചില ഭാഗങ്ങളിൽ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ.